നമസ്കാരം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മലയാളം ടെക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് സോണിക് ലാമ്പിൻ്റെ ഫസ്റ്റ് ജനറേഷൻ ഹെഡ്ഫോൺസിനെ പറ്റിയാണ്. രണ്ടായിരത്തി 19 കാലഘട്ടത്തിൽ ഫൗണ്ട് ചെയ്ത ഒരു കമ്പനിയാണ് നമ്മുടെ സോണിക് ലാമ്പ്. ഭയങ്കര യങ് സ്റ്റാർട്ടപ്പ് ആയിട്ട് പോലും അതിൻ്റെ ഒരു ബിൽഡ് ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രോഡക്റ്റ് ക്വാളിറ്റിയിലോ കോംപ്രമൈസ് ചെയ്യാത്ത രീതിയിലാണ് അവരുടെ മാർക്കറ്റിങ്ങും അല്ലെങ്കിൽ അവരുടെ പ്രോഡക്ട്സും. പക്ഷേ അങ്ങനെ ഒരു ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു റീൽ ക്യാച്ച് ചെയ്തു. അത് നമ്മുടെ സോണിക് ലാമ്പിൻ്റെ തന്നെ ഒരു റീലായിരുന്നു. അവിടെ പബ്ലിക് റെസ്പോൺസ്, അതായത് ഈ ഹെഡ്ഫോൺസിൽ നിന്നും എങ്ങനെ ആൾക്കാർ റെസ്പോൺസ് എടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഞാൻ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ആ സംഭവം നേരിട്ട് അനുഭവിക്കണം, ലൈക്ക് ആ ഒരു സാധനത്തിൽ ഞാൻ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിച്ചാണ് ഞാൻ ഈ പ്രോഡക്റ്റിലേക്ക് എത്തിച്ചേരുന്നത്. സോ ഒട്ടും ഡിസപ്പോയിൻറ്റ് ചെയ്യാത്ത രീതിയിലാണ് എനിക്കുണ്ടായൊരു എക്സ്പീരിയൻസ്. അതിലേക്ക് ഞാൻ കൂടുതൽ റിവ്യൂയുടെ ഭാഗത്തിലേക്ക് വരാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ പ്രോഡക്റ്റിൻ്റെ ഹാർഡ്വെയർ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇതിൽ പ്രധാനമായിട്ട് 2 ഡ്രൈവറാണ് വരുന്നത്. അതായത് ഹൈബ്രിഡ് ഡ്രൈവർ അക്കോസ്റ്റിക്സ് ആണ് വരുന്നത്. ഇതിനകത്ത് ഒരെണ്ണം ഡൈനാമിക് ഡ്രൈവറും അതുപോലെ തന്നെ ഒരെണ്ണം ഇമ്പൾസ് ഡ്രൈവറാണ് വരുന്നത്. ഡൈനാമിക് ഡ്രൈവർ എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ഹെഡ്ഫോൺസിൽ കണ്ടുവരുന്ന ടൈപ്പ് ഡ്രൈവറാണ്. അതായത് നമ്മുടെ നോർമൽ ഫ്രീക്വൻസീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രൈവർ. ഇതിനകത്ത് നമ്മൾ ഹ്യൂമൻ ഹിയറേഴ്സിനകത്ത് കേൾക്കുന്ന രീതിയിലുള്ള ഫ്രീക്വൻസീസ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇനി വരുന്നതാണ് ഇമ്പൾസ് ഡ്രൈവർ. ഇതാണ് ഈ ഹെഡ്ഫോൺസിനെ സ്പെഷ്യലാക്കുന്നത്. അതായത് നമ്മൾ കേൾക്കാത്ത എന്നാൽ നമ്മൾ മ്യൂസിക്കിനകത്ത് ഉള്ള ഫ്രീക്വൻസീസ് നമ്മൾ കേൾക്കാതെ പോകുന്നുണ്ട്. ആ ഫ്രീക്വൻസീസ് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്പൾസ് ഡ്രൈവർ യൂസ് ചെയ്യുന്നത്. ഇമ്പൾസ് ഡ്രൈവർ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സബ് വൂഫറാണ്. എന്നാൽ ഇത് എയർ ആൻഡ് ബോഡി കണ്ടക്ഷനിലൂടെ ഓഡിയോ റീപ്രൊഡക്ഷനാണ് സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഹ്യൂമൻ ഹിയേഴ്സിനകത്ത് കേൾക്കാവുന്നതിനേക്കാളും കൂടുതൽ ഫ്രീക്വൻസീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് നമ്മളൊരു പാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത പല എലമെൻസും അല്ലെങ്കിൽ പല ഫീലും നമ്മൾ മിസ് ഔട്ടായി പോകുന്നുണ്ട്. ഇത് നമുക്ക് ഈ ഹെഡ്ഫോൺസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഗ്രാഫ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, അതായത് ഒരു ഹെഡ്ഫോൺസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീക്വൻസീസിൻ്റെ ഒരു ടേബിൾ ഉണ്ട്. ഇത് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ബാക്കി ഹെഡ്ഫോൺസിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ലെവൽസിലേക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ലോവർ ഫ്രീക്വൻസീസും ഹയർ ഫ്രീക്വൻസീസും സാധാരണ ഹെഡ്ഫോൺസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇതിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഈ ഇമ്പൾസ് ഡ്രൈവർ ഉള്ളത് കാരണം ഈ ഫ്രീക്വൻസീസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ലോവർ ഫ്രീക്വൻസീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണ് വെച്ച് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹോം തിയേറ്ററിൻ്റെ സബ് വൂഫേഴ്സ് ഒക്കെ കൺസിഡർ ചെയ്യുക. അതിനകത്ത് സബ് വൂഫറിന് അല്ലെങ്കിൽ ബേസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും ഡയഫ്രം അനങ്ങുന്നത്. അത്രയ്ക്ക് നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റുന്ന ഫ്രീക്വൻസീസ് നമുക്ക് ഈ ഹെഡ്ഫോൺസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഹെഡ്ഫോൺസിൽ നിന്ന് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പറയുന്നത് ഭയങ്കര അബ്നോർമാലിറ്റിയാണ്. അതായത് നോർമലി ഹെഡ്ഫോൺസിൽ കാണാത്തൊരു സാധനമാണ് അത്. ലോകത്ത് സബ് വൂഫർ വെച്ച് വരുന്ന ഏക ഒരു ഹെഡ്ഫോൺസ് ആണ് ഇത്. അതായത് അതാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി. ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് കൊണ്ടുവന്നാലേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനത്തെ ഒരു യൂണിക് പ്രോഡക്റ്റ് ആണ് ഈ കാണുന്നത്. ആൻഡ് സബ് വൂഫേഴ്സ് എന്ന് പറഞ്ഞ് ചുമ്മാ സബ് വൂഫേഴ്സ് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എയർ ആൻഡ് ബോൺ കണ്ടക്ഷനിലൂടെ നമ്മളൊരു വേറെ ലോകത്തിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലാണ് ഇതിൻ്റെ ഓഡിയോ പ്രൊഡക്ഷൻ. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മാത്രമേ അതിൻ്റെ ഒരു പ്യൂർനെസ് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. സോ ബൈ ദ വേ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ ഷോർട്സും റീൽസും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അത് വെച്ച് നമ്മുടെ പബ്ലിക് റെസ്പോൺസ് എടുക്കുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. സോ ഞാൻ ഈ പറയുന്നതിൻ്റെ ഔചിത്യം നിങ്ങൾക്ക് അന്നേരം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ഇതിനകത്ത് മൾട്ടി മോഡ് പേഴ്സണലൈസേഷൻ ഉണ്ട്. അത് ഇതിനകത്ത് 4 മോഡ് വരുന്നുണ്ട്. നമുക്കിത് നോഡ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ നോഡ് എന്ന് പറയുന്നത് ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ള സാധനമാണ്. ഓരോ മോഡിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഫ്രിക്ഷൻ ഫീൽ ചെയ്യും. ആൻഡ് ഓരോ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് വരുന്നത് ഒരു ഹിയർ മോഡാണ്. ഹിയർ മോഡിനകത്ത് സബ് വൂഫേഴ്സ് ഓഫ് ആയിരിക്കും. നമ്മൾ നോർമലി ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണോ ആ ഒരു മോഡായിരിക്കും ആ സംഭവം. പിന്നെ വരുന്നതാണ് നമ്മുടെ ഫീൽ മോഡ്. ഫീൽ മോഡിനകത്ത് സബ് വൂഫേഴ്സ് ഓൺ ആയിരിക്കും. എന്നാൽ പോലും അത്രമാത്രം ഇമേഴ്സീവ് ആയൊരു ഫീൽ കിട്ടത്തില്ല. നമുക്ക് ക്ലാസിക്കൽ മ്യൂസിക് അല്ലെങ്കിൽ ഒരു ലൈറ്റ് മ്യൂസിക് ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഈ മോഡ് യൂസ് ചെയ്യാം. പിന്നെ വരുന്നതാണ് ഇമേഴ്സ് മോഡ്. ഇമേഴ്സ് മോഡിനകത്തൊക്കെ ബേസ് ഗിറ്റാർ വരുന്ന ട്രാക്സ്, R&Bs, ഹിപ്പ് ഹോപ്പ് അങ്ങനത്തെ ട്രാക്സ് ഒക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമേഴ്സ് മോഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ വരുന്ന 4ാമത്തെ മോഡ് എന്ന് പറഞ്ഞാൽ ബീസ്റ്റ് മോഡാണ്. ഇവിടെ സബ് വൂഫേഴ്സ് അങ്ങ് അറ്റത്തെ എഫിഷ്യൻസി ആയിരിക്കും. അതായത് ഇവരുടെ ഫുൾ പൊട്ടൻഷ്യൽ അതിനകത്ത് ഇട്ടിട്ടുണ്ടായിരിക്കും. ബീസ്റ്റ് മോഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഗെയിമിങ്ങിൻ്റെ യൂസിലേക്ക് വരാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സിനിമ കാണാൻ വേണ്ടിയിട്ടും. പിന്നെ ഇതിൻ്റെ പ്ലാസ്റ്റിക് ക്വാളിറ്റിയെ പറ്റി പറയുമ്പോഴത്തേക്കും ഭയങ്കര പ്രീമിയം ഫീലാണ്. മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. ഇതിൻ്റെ 3 കളർ വേരിയൻസ് വരുന്നുണ്ട്. ബ്ലാക്ക് വേരിയൻ്റ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതുകൂടാതെ ഒരു വൈറ്റും ഉണ്ട്, പിന്നെ ഒരു ഗ്രേ ഫിനിഷും ഉണ്ട്. ഗ്രേ എന്ന് പറയാൻ പറ്റത്തില്ല, അതിനകത്തൊരു ഒരു ഓറഞ്ച് ടിൻറ്റും കൂടി വരുന്നുണ്ട്. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വൈറ്റും ബ്ലാക്കും രക്ഷയില്ല. പിന്നെ കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഹൈ ക്വാളിറ്റി ഇയർ പാഡ്സ് ആണ്. ഇവർ ഇതിനെ നെയിം ചെയ്തിരിക്കുന്നത് വൂഫർ പാഡ്സ് എന്നാണ്.
കാരണം സബ് വൂഫേഴ്സിൻ്റെ ഡയഫ്രമായിട്ട് ആക്ട് ചെയ്യുന്നത് ഈ പാഡ്സ് ആണ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കിൻ ആൻഡ് ബോൺ കണ്ടക്ഷനിലൂടെ വരാൻ വേണ്ടിയിട്ട് ഈ പാഡ്സ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ബൈ ദ വേ നമുക്ക് ഈ പാഡ്സ് റിമൂവ് ചെയ്ത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ വൂഫർ പാഡ്സിൻ്റെ ക്വാളിറ്റിയെ പറ്റി പറയുമ്പോഴത്തേനും ഇതിനകത്ത് 3000 സ്ക്രാച്ചസ് വരെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഡെൻമാർക്കിൽ ടെസ്റ്റ് ആൻഡ് ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ വൂഫർ പാഡ്സ്. ആൻഡ് അതേ ടെസ്റ്റിൽ തന്നെ ഇതിൻ്റെ അക്കോസ്റ്റിക്സും അപ്രൂവ്ഡ് ആണ്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഹെഡ് റെസ്റ്റിൽ വരുന്ന മെറ്റീരിയലാണ്. ഒരു റബ്ബറൈസ് ടെക്സ്ചറാണ്. ഇത് കാരണം നമ്മുടെ തലയിൽ നിന്നുള്ള എണ്ണയോ അല്ലെങ്കിൽ വേർപ്പോ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഒന്നും വളരത്തില്ല. അതായത് നോർമലി നമ്മുടെ ഹെഡ്ഫോൺസ് വരുന്നത് ഈ വൂഫർ പാഡ്സ് വരുന്ന അതേ ഒരു ടെക്സ്ചർ തന്നെയാണ് വരുന്നത്. അതൊരു മെറ്റീരിയല്ല. ആ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡീഗ്രേഡ് ആവും നമ്മുടെ വേർപ്പൊക്കെ പറ്റിയിട്ട്. സോ അങ്ങനത്തെ ഒരു പ്രശ്നമേ വരുന്നില്ല. ഇതിനകത്തൊരു റബ്ബറൈസ്ഡ് മെറ്റീരിയലാണ് വരുന്നത്. ഓക്കെ, കമ്മിങ് ടു ദ ആപ്പ് സപ്പോർട്ട്. ആപ്പ് സപ്പോർട്ട് എന്ന് പറയുമ്പോഴത്തേനും ഇതിൻ്റെ ലോഗിൻ ഫേസ് തന്നെ ഭയങ്കര ഇമേഴ്സീവ് ആണ്. അതായത് ഇതിൻ്റെ ഓരോ മോഡിലും കിട്ടുന്ന ഔട്ട്പുട്ട് ആപ്പ് തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തരും. അതായത് ഇതിൻ്റെ സെറ്റപ്പ് പ്രോസസ്സ് തന്നെ ഓരോ മോഡിലും ഇവർ ഓരോ ട്രാക്ക് പ്ലേ ചെയ്യും. സോ നമുക്ക് ഓരോ മോഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കി തരും. അതായത് നിങ്ങൾ ഈ റിവ്യൂ കണ്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഓരോ മോഡിൽ നിന്ന് കിട്ടുന്ന ഓരോ ഔട്ട്പുട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിനകത്ത് കൺട്രോൾസും ഭയങ്കര ഈസിനെസ് ആണ്. ഇതിനകത്ത് നമുക്ക് ബട്ടൺസ് ആയിട്ട് വരുന്നത് 3 എണ്ണമാണ്. അതായത് ഒരു പവർ ബട്ടൺ വരുന്നുണ്ട്, പിന്നെ വോളിയം കൺട്രോൾ ചെയ്യാൻ പ്ലസും മൈനസും വരുന്നുണ്ട്. പിന്നെ വരുന്നത് ബൂം മൈക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു പോർട്ടും അതുപോലെ തന്നെ സി ടൈപ്പ് പോർട്ടുമാണ് വരുന്നത്. പിന്നെ മോഡ്സ് സ്വിച്ച് ചെയ്യുന്നതും പെയർ ചെയ്യുന്നതും പവർ ഓൺ ചെയ്യുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈറ്റ് ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. ഇതെല്ലാം വരുന്നത് റൈറ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. പിന്നെ ആപ്പ് സപ്പോർട്ടിലും ഈ സെയിം കൺട്രോൾസ് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇത് ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. സെനൈസർ പോലെ മടക്കി തിരിച്ച് ഓടിച്ച് അങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമുക്ക് തോളത്തൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകാം. പൗച്ചിനകത്താണെങ്കിലും കൊണ്ടു നടക്കാൻ കുഴപ്പമൊന്നുമില്ല. പൗച്ചിനകത്താണെങ്കിലും ക്യാരി ചെയ്തുകൊണ്ട് പോകാണെങ്കിൽ ഹാൻഡിലും കൊടുക്കുന്നുണ്ട്. ആൻഡ് നമുക്ക് വയർഡായിട്ടും വയർലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വയർലെസ് യൂസ് പറയാം. ഇതിൽ ബാറ്ററി വരുന്നത് 24 hours ആണ്. 100% വോൾട്ടേജ് കേൾക്കുവാണെങ്കിൽ വരുന്നത്. പിന്നെ സ്റ്റാൻഡ് ബൈ മോഡിൽ 150 hours ആണ് കിട്ടുന്നത്. അത് ഭയങ്കര ഡീസൻറ്റ് ബാക്കപ്പ് ആണ്. എന്നുവെച്ചാൽ ഇതിനകത്ത് 4 ഡ്രൈവേഴ്സാണ് വരുന്നത്. 2 എണ്ണം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇമ്പൾസ് ഡ്രൈവറും 2 എണ്ണം വരുന്നത് നമ്മുടെ നോർമൽ ഡ്രൈവറാണ് വരുന്നത്. സോ അത്രയും ഡ്രൈവേഴ്സ് പവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഓക്സ് കേബിൾ വെച്ച് പോലും പറ്റത്തില്ല. സോ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു സി ടൈപ്പ് പോർട്ടാണ്. അത്രയ്ക്കും പവർ യൂസ് ചെയ്യുന്ന ഈ ഹെഡ്ഫോൺസ് ഇത്രയും നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നത് നല്ലൊരു കാര്യമാണ്. ഇന്നത്തെ ബ്ലൂടൂത്ത് 5.1 ആണ് വരുന്നത്. ലേറ്റസ്റ്റ് ടെക്നോളജി തന്നെ കൊടുത്തിട്ടുണ്ട്. സോ നോ കമൻറ്റ്സ് ഓൺ ദാറ്റ്. പക്ഷേ ഇന്നത്തെ ഗൂഗിൾ ഫാസ്റ്റ് പെയർ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായെന്ന് വിചാരിക്കുന്നു. കാരണം പെയറിങ് ഇതിനകത്ത് ശോകമാണ്. നമ്മൾ ഒരു ഫോണിലേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരു പ്രാവശ്യം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പക്ഷേ ഒരു ഡിവൈസിൽ നിന്ന് വേറെ ഡിവൈസിലേക്ക് പോകാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. സോ ഞാൻ യൂസ് ചെയ്യുന്നത് C2C ടൈപ്പ് കേബിൾ കൊടുത്തിട്ട് വയർഡായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഈസിനെസ്. പക്ഷേ ഇവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന കേബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൂം മൈക്കും ഉണ്ട്, പിന്നെ ഒരു C2A കേബിളും ഉണ്ട്. ഇത് നമുക്ക് ലാപ്ടോപ്പിൽ കൊടുത്ത് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മുടെ ഫോൺസിലേക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഓഫ് കോഴ്സ് നമുക്ക് വേണമെങ്കിൽ OTG കേബിൾ വെച്ചിട്ട് കൺട്രോൾ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് C2C കേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ ചാർജസ് വരുന്നത് തന്നെ C2C കേബിൾ വെച്ചിട്ടാണ്. സോ നമുക്കത് യൂസ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ നമുക്ക് ബോക്സിൽ കിട്ടുന്ന ഒരു ക്യാരി ബാഗ് ഉണ്ട്. അതുപോലെ തന്നെ ക്യാരി ബാഗിനകത്താണ് നമുക്ക് ഈ 2 കേബിൾസും കിട്ടുന്നത്. ക്യാരി ബാഗിനകത്ത് ഒരു പൗച്ച് ഉണ്ട്. ഈ പൗച്ചിന് ലോക്ക് ഇല്ല. പക്ഷേ ഹെഡ്ഫോൺസിൻ്റെ ഡിസൈൻ കൊണ്ട് ഇത് ഓൾറെഡി ലോക്ക്ഡ് ആയിട്ടാണ് വരുന്നത്. അത് ഇതിനകത്ത് വരുന്ന കേബിൾസ് ഒക്കെ പുറത്ത് പോകാതെ തന്നെയാണ് വരുന്നത്. ആൻഡ് കേബിൾസ് ഒക്കെ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഒരു ടൈം കൂടി വരുന്നുണ്ട്. പിന്നെ ബൂം മൈക്കിൻ്റെ കാര്യം പറഞ്ഞതിന് കൂടെ തന്നെ മൈക്കിൻ്റെ കാര്യം പറഞ്ഞിരിക്കാം. അതായത് ഇതിനകത്ത് ഓഡിയോ ക്യാൻസലേഷൻ വരുന്ന ഒരു മൈക്കാണ്. ഡ്യുവലറേ മൈക്കാണ് വരുന്നത്. അതുകൂടാതെ നമുക്ക് ഗെയിമിംഗ് പർപ്പസിനായിട്ടും വീഡിയോ കോൾസിനായിട്ട് നമുക്ക് ബൂം മൈക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ആൻഡ് പിന്നെ ഇതിനകത്ത് അൺബോക്സിംഗ് എക്സ്പീരിയൻസിനെ പറ്റി പറയുമ്പോഴത്തേനും ഞെട്ടിച്ച് കളഞ്ഞെന്ന് തന്നെ പറയാം. കാരണം ഇതിനകത്ത് 0 പ്ലാസ്റ്റിക്കാണ് വരുന്നത്. ഇവർ ബബിൾ റാപ്പിന് പകരം പേപ്പറൊക്കെ വെച്ച് കണ്ടിട്ടുണ്ട്. എന്നാൽ ചകിരി വെച്ചിട്ട് ഞാനൊരു പ്രോഡക്റ്റ് ഇതുവരെ കണ്ടിട്ടില്ല. ആ വെർജിനിറ്റി കൂടെ കളഞ്ഞിരിക്കുകയാണ്. ഇവർ അങ്ങനെ വെച്ചിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. കുഡോസ് ടു ദാറ്റ് ടു. സോ കമ്മിങ് ടു ദ റിവ്യൂ പാർട്ട്. ഇതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് ഭയങ്കര കോംപ്ലക്സ് ആണ്. കാരണം ഇത് വാക്കുകൾക്ക് അതീതമായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ഫീൽ ചെയ്താലേ നമുക്ക് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ പറയാൻ പറ്റത്തുള്ളൂ. ആൻഡ് കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്, ഞാൻ അൺബോക്സിങ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ട്രൈ ഓൺ ചെയ്യാൻ ഭയങ്കര ഈഗർനെസ് ആയിരുന്നു. കാരണം ഞാൻ ഒത്തിരി വെയിറ്റ് ചെയ്തിരുന്ന പ്രോഡക്റ്റാണ്. മാസങ്ങളോളം കാത്തിരുന്ന് കിട്ടിയതാണ്. അങ്ങനെ ഞാൻ യൂസ് ചെയ്ത് നോക്കി. നമ്മുടെ സ്റ്റുഡിയോയിൽ എല്ലാവരും യൂസ് ചെയ്ത് നോക്കി. സോ ഫസ്റ്റ് നമ്മൾ കേട്ട് നോക്കുന്നത് നമ്മൾ ഒരുപാട് നാൾ കേട്ടിട്ടുള്ള ട്രാക്ക് ഉണ്ടല്ലോ, ആ ട്രാക്ക് ഞാൻ ഒന്നുകൂടെ ഈ ഹെഡ്ഫോൺസിൽ കേട്ട് നോക്കി. നമ്മൾ കേട്ട് പഴകിയ ട്രാക്കിൽ നിന്നും എന്തൊക്കെ മിസ്സിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങി. പല ഇൻസ്ട്രുമെൻറ്റ്സ് കേൾക്കുന്നു, പല ഡീറ്റെയിലിംഗ് കേൾക്കുന്നു. അതൊക്കെ ഈ ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഹെഡ്ഫോൺസിൽ പരിചിതമായിരിക്കും. എന്നാൽ പോലും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ കണ്ണുനീര് വന്നു. അത്രയ്ക്കും സന്തോഷവും എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ട്രൈ ഓൺ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കിനും. എനിക്ക് മാത്രമല്ല കേട്ടോ, ഇത് ട്രൈ ഓൺ ചെയ്ത ഒരു 5-6 പേര് ഇതേ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് പേരുണ്ട് ആണി അടിച്ചാൽ പോലും എക്സ്പ്രഷൻ തരാത്ത കുറച്ച് പേരുണ്ട്. എന്നാൽ പോലും ഓണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ തരുവാണെങ്കിൽ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. നമ്മുടെ ചൈൽഡ്ഹുഡ് കേട്ട് മറന്ന പല ട്രാക്സും ഇതിൽ കേൾക്കുമ്പോൾ ഭയങ്കര റെമിനിസിങ് ആണ്. നമ്മൾ
നമുക്ക് ഭയങ്കര സന്തോഷം വരും. പിന്നെ ഇതിൻ്റെ വെയിറ്റിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കിനും നമ്മൾ കിടന്നുകൊണ്ടൊക്കെ പാട്ട് കേൾക്കുവാണെങ്കിൽ ഇന്നത്തെ ഈ സബ് വൂഫർ ഉള്ള കാരണം ഇത് വൈബ്രേറ്റ് ചെയ്ത് താഴേക്ക് പോകും, നമ്മുടെ തലയിൽ നിന്ന് ഊരിപ്പോവും കിടന്നുകൊണ്ട് കേൾക്കുമ്പോഴത്തേക്കിനും. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിലും കേട്ടുകൊണ്ട് പോകാൻ നൈസാണ്. ANC ഇല്ലാത്ത കാരണം നമുക്ക് സറൗണ്ടിങ് ആയിട്ട് കുറച്ചുകൂടെ ബന്ധം കാണും. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് താഴെ നിന്ന് കമൻറ്റ് ചെയ്യും, ട്രാൻസ്പെറൻസി മോഡ് ഉണ്ടല്ലോ ANC ഉള്ള മോഡൽസിനകത്ത്. ഓഫ് കോഴ്സ് ഉണ്ട്, പക്ഷേ എന്നാൽ പോലും ഈ ഹെഡ്സെറ്റിനകത്ത് ANC കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബഡ്ജറ്റ് കൂടി പോകാൻ ചാൻസ് ഉണ്ട്. ഇതിനകത്ത് ANC ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ ഒരു പ്രശ്നം ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് അതുപോലെ തന്നെ പറയേണ്ട കാര്യമാണ് ഇത് വെക്കുമ്പോഴുള്ള ഫീല്. നമ്മളൊരു സ്ലൈമി ടെക്സ്ചർ എടുത്ത് ചെവി വെക്കുന്ന പോലെയാണ്, അത്രയ്ക്ക് ഫിറ്റാണ്. അതുപോലെ തന്നെ ഏതൊരു ഇയർ ഷേപ്പുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും വെക്കാവുന്ന രീതിയിലാണ്. പക്ഷേ എന്നാൽ പോലും ചിലർക്ക് ഭയങ്കര വലിയ സൈസുള്ള ചെവി കണ്ടുവരുന്നുണ്ട്. എന്നാൽ അവർക്ക് വെക്കുമ്പോഴത്തേക്കും ചെറുതായിട്ട് പുറത്ത് ചാടി കിടക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അവർക്ക് ഇതിൻ്റെ ഫീല് വേറെ രീതിയിലാണ് കിട്ടുന്നതായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അവർ ഉപയോഗിച്ച് നോക്കിയിട്ട്. നമ്മുടെ സെനൈസറിൻ്റെ കാര്യം വരുമ്പോഴത്തേക്കിനും അവർക്ക് കുറച്ചുകൂടി വൈഡർ ഇയർ പാഡ്സ് ആണ് വരുന്നത്. സോ ഈ ഇയർ കംപ്ലീറ്റ്ലി കവർ ചെയ്ത് വരുന്നതാണ്. ഇത് ഓവർ ദി ഇയർ ആണെങ്കിൽ പോലും എല്ലാ ഇയർ സൈസും കവർ ചെയ്യുന്ന രീതിയിലല്ല, കാരണം ഇത് സർക്കിളും മറ്റേത് ഓവൽ ഷേപ്പിലാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് സ്റ്റാൻഡേർഡ് മോഡും ഉണ്ട്, ഈക്വലൈസറും ഉണ്ട്, പിന്നെ ഒരു പേഴ്സണലൈസേഷൻ മോഡും ഉണ്ട്. ഇതിനകത്ത് സ്റ്റാൻഡേർഡ് മോഡിലാണ് നമുക്കൊന്നും ചെയ്യാനില്ല. ഇതിനകത്ത് കമ്പനി കൊടുത്തിരിക്കുന്ന അതേ മോഡിൽ തന്നെ കേൾക്കാൻ പറ്റത്തുള്ളൂ. അതിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ഒരു രക്ഷയില്ല. ലൈക്ക് നമ്മൾ പേഴ്സണലൈസ് ചെയ്തില്ലെങ്കിൽ പോലും അടിപൊളി ഔട്ട്പുട്ടാണ് കിട്ടുന്നത്. പക്ഷേ എന്നാൽ നമ്മളൊരു പാട്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോഴോ അതിൻ്റേതായ രീതിയിൽ നമ്മൾ ചിലപ്പം കസ്റ്റമൈസ് ചെയ്യേണ്ടി വരും. സോ നമുക്ക് ഇക്വലൈസർ യൂസ് ചെയ്ത് നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാൻ പറ്റും. ഇനി അതൊന്നും അല്ലെങ്കിൽ പോലും ഇനി കമ്മിങ് അപ്പ് ആയിട്ടുള്ള ഫീച്ചറുണ്ട്. അത് നമ്മുടെ ഫ്രീക്വൻസീസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ ഫ്രീക്വൻസീസ് ആണ് കേൾക്കാൻ പറ്റുന്നത്, ഏതൊക്കെയാണ് കേൾക്കാൻ പറ്റാത്തതെന്നുള്ള രീതിയിൽ മനസ്സിലാക്കി ഹെഡ്ഫോൺസ് തന്നെ ഒരു AI ഉപയോഗിച്ചിട്ട് ഇക്വലൈസർ കൺട്രോൾ ചെയ്യും. ഇത് ഓൾറെഡി കുറേ ഹെഡ്ഫോൺസിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവരും അതിൽ വർക്ക് ഓൺ ചെയ്യുകയാണ്. കമ്മിങ് ടു ദ വേർഡിക്റ്റ്, ഈ പ്രോഡക്റ്റ് നിങ്ങൾ മേടിക്കണം. കാരണം ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 17,000 ആണ്. 17,000 ഹെഡ്ഫോൺസ് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ഇത് ഭയങ്കര ലോ കോസ്റ്റ് ആണ്. കാരണം ഈ 4 ഡ്രൈവർ വരുന്നുണ്ട്, അതുപോലെ തന്നെ സബ് വൂഫേഴ്സ് വെച്ച് തരുന്ന ഒരേ ഒരു ഹെഡ്ഫോൺസ് ആണ് ഇത്. സോ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കിനും ഇത് ഭയങ്കര അണ്ടർ റേറ്റഡ് ആണ്. എന്നാൽ ഇതേ ബഡ്ജറ്റ് റേഞ്ചിൽ പല ഹെഡ്ഫോൺസ് കിട്ടുന്നുണ്ട്. ഇതിന് ANC ഇല്ല, അതുപോലെ തന്നെ കുറച്ചുകൂടെ വെയിറ്റ് കൂടുതലാണ്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. എന്നാൽ പോലും നമ്മുടെ വീടുകളിൽ ഹോം തിയേറ്റർ മേടിക്കുന്നത് ഡെയിലി യൂസ് ചെയ്യാനല്ല. നമ്മളെപ്പോഴും ടിവിയുടെ സ്പീക്കേഴ്സിൽ തന്നെയാണ് ഓഡിയോ എടുക്കുന്നത്. പക്ഷേ നമ്മളൊരു സിനിമ കാണുമ്പോഴത്തേക്കും ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹോം തിയേറ്ററൊക്കെ മേടിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഹെഡ്ഫോൺസ് കൺസിഡർ ചെയ്യാം. അതായത് നമുക്കൊരു ഇമേഴ്സിഫൈ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്, ലൈക്ക് നമ്മളൊരു ഇതുവരെ കാണാത്തൊരു ലോകത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഈ ഹെഡ്ഫോൺസ് ഹെൽപ്പ് ചെയ്യും. മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്ന് പറയുന്നതിൻ്റെ ഡെഫിനേഷനാണ് ഈ പ്രോഡക്റ്റ്. ഇത് മേടിച്ചതിൽ ഒരു റിഗ്രറ്റും ഇല്ല. ആൻഡ് ഇതിൽ നിന്ന് കേൾക്കാൻ പറ്റുന്ന കുറച്ച് ട്രാക്സ് ഉണ്ട്. 20SYലിന് ആർട്ടിസ്റ്റിനെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവർക്ക് മാസ്റ്ററിങ് ഒരു രക്ഷയില്ല. ആൻഡ് ഡാഫ്റ്റ് പങ്കിൻ്റെ ട്രാക്സ് കേട്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ മലയാള ട്രാക്സായ 6091 ട്രാക്സ് ഉണ്ട്. അതുപോലെ തന്നെ റീബർത്ത് എന്ന് പറഞ്ഞ ട്രാക്കുണ്ട്. അങ്ങനെ കുറേ ട്രാക്സ് നമുക്ക് കേട്ട് നോക്കാം. അതുപോലെ തന്നെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ കേട്ട് മറന്ന പല ട്രാക്സും ഇതിൽ കേട്ട് നോക്കുമ്പോഴത്തേനും പുതിയ റിഫ്രഷ്മെൻ്റ് ആയിരിക്കും തരുന്നത്. പിന്നെ ഇത് വെച്ച് നമ്മൾ സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ടെനറ്റ് മൂവി കണ്ടു നോക്കി. 2 മണിക്കൂറിൻ്റെ മൂവിയാണ്. 1 മണിക്കൂർ കണ്ടപ്പോൾ തന്നെ എനിക്ക് തലയ്ക്ക് ചെറുതായിട്ട് വേദനെടുക്കാൻ തുടങ്ങി. കാരണം ഞാൻ ബീസ്റ്റ് മോഡിലിട്ടാണ് കാണുന്നത്. സിനിമ കാണാൻ വേണ്ടി നമ്മൾ ആ മോഡാണ് യൂസ് ചെയ്യേണ്ടത്. സോ ത്രൂ ഔട്ട് കണ്ടു നോക്കി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. സോ ഇൻ്റർവൽ ടൈം വരെ നമ്മൾ കണ്ടു നോക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുത്തതിന് ശേഷം ബാക്കി കാണുക. പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് നമ്മൾ നോർമൽ ഹെഡ്ഫോൺസ് വെച്ച് കാണുന്ന എക്സ്പീരിയൻസും കംപ്ലീറ്റ്ലി വേറെയാണ്. ഒരു തിയേറ്ററിക് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് പറയത്തില്ലേ, ആ സാധനമാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. മ്യൂസിക്കിൽ ഇതുവരെ കിട്ടാത്തൊരു എക്സ്പീരിയൻസ് തന്നതിന് ഞാൻ സോണിക് ലാമ്പിനോട് സല്യൂട്ട് തരികയാണ്. ആൻഡ് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, ആമസോണിൽ അവൈലബിൾ ആണ്. സോ മറ്റൊരു ടെക്നോളജി വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.